ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +2 സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന ഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക് തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സെഷൻ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നാണ്. അത് വളരെ ക്ലിയറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. സൊസൈറ്റിയേക്കാളും കുറച്ചുകൂടി കോംപ്ലക്സ് ആയ ഒരു സിസ്റ്റമാണ് ഇക്കണോമിക് സിസ്റ്റം ഓഫ് എ നേഷൻ. സൊസൈറ്റി ഫേസ് ചെയ്യുന്ന സാമ്പത്തിക പ്രശ്നത്തെക്കാളും കുറച്ച് ഉയർന്ന തലങ്ങളിലായിരിക്കും ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. നിങ്ങൾക്കറിയാം, ദ റിസോഴ്സസ് ആർ സ്കേഴ്സ് ഇൻ എ സൊസൈറ്റി. വിഭവങ്ങൾ സൊസൈറ്റിയിൽ വളരെ ലിമിറ്റഡ് ആണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ ലിമിറ്റഡ് ആണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ കൈവശമുള്ള വിഭവങ്ങളും വളരെ ലിമിറ്റഡ് ആയിരിക്കും. സെയിം ഈസ് ഇൻ ദ കേസ് ഓഫ് ദ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള വിഭവങ്ങളും ഇറ്റ് ആൾസോ വിൽ ബി വെരി ലിമിറ്റഡ്. ദ റിസോഴ്സസ് ഓഫ് എ നേഷൻ ഈസ് വെരി മച്ച് ലിമിറ്റഡ്. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആസ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, we have to use these limited resources in a very judicious way. കയ്യിലുള്ള വിഭവങ്ങൾ വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് വളരെ ജുഡീഷ്യസ് ആയിട്ട് വേണം നമ്മൾ ഈ റിസോഴ്സസ് ഉപയോഗിക്കാൻ. ഒരു രാജ്യം, സമൂഹം എന്ന പോലെ തന്നെ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു രാജ്യവും തൻ്റെ കൈവശമുള്ള വിഭവങ്ങൾ രാജ്യത്തിൻ്റെ കൈവശമുള്ള വിഭവങ്ങൾ വളരെ ലിമിറ്റഡായി വളരെ ജുഡീഷ്യസ് ആയിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. Nation cannot produce every good they want to produce. രാജ്യത്തിന് എല്ലാ വസ്തുവും സേവനങ്ങളും ഒരുപോലെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. At the same time, they can produce every good. If they want to produce agriculture good, more agriculture good, the nation has to forgone, or the nation has to produce less the industrial goods. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഏതെല്ലാം ആണ് രാജ്യം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. ദർ ആർ മെയിൻലി 3 problems, economic problems that a nation or a economic system faces. These 3 problems are collectively called the central problems of an economy. So what are the central problems an economy faces? Central problems of an economy. So there are 3 problems an economy faces. 3 economic problems. These 3 economic problems are called the central problems of an economy. So what are they? First one is what to produce and in what quantities. The second one is how to produce. And the third one, for whom to produce. So these are the central problems of an economy. Let us discuss one by one. First problem is what to produce and in what quantities. ഒരു രാജ്യം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. ഏത് വസ്തുവാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഏത് സർവീസാണ് കൂടുതൽ രാജ്യത്തിന് വേണ്ടത്, ഏത് ഗുഡ്സാണ് കുറച്ച് ഉൽപ്പാദിപ്പിക്കേണ്ടത്. That have to decide by the nation or the economic system. Because the resources are scarce. We can't produce every good at the same time.
So the economy or the nation must have to decide what type of goods and services they have to produce. The nation have to produce. For example, if the nation decides to produce more agricultural goods, then the nation has to curtail the production of industrial goods. Okay, that means the nation has to decide whether more agricultural produce has to produce or whether more industrial goods has to produce. ഭക്ഷ്യധാന്യങ്ങൾ വേണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം അതോ വ്യാവസായിക വസ്തുക്കളാണോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് രാജ്യം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. Or whether resources has to divert to give health services, to give more health services, or to give health services or education purposes. വിഭവങ്ങൾ കൂടുതൽ ആരോഗ്യ മേഖലയിലേക്ക് മാറ്റിവെക്കണമോ അതോ കുറേ മറ്റ് മേഖലകളായ മിലിറ്ററി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമോ, ഇതൊക്കെ ഒരു രാജ്യം തീരുമാനിക്കേണ്ടതുണ്ട്. ബിക്കോസ് ദ നേഷൻ കുഡ് നോട്ട് പ്രൊഡ്യൂസ് every goods and services at the same time. So the first question is, the nation has to decide what to produce. What to produce എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം ആ ചോദ്യത്തിൽ തന്നെ ഉത്ഭവിക്കുന്നുണ്ട്. എന്താണ്? in what quantities അഗ്രികൾച്ചർ വസ്തുക്കളാണ് അല്ലെങ്കിൽ കാർഷിക വസ്തുക്കൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസൈഡ് ചെയ്യണം എത്ര അളവ് ഉൽപ്പാദിപ്പിക്കണം. റിസോഴ്സ് സ്കേഴ്സിറ്റി എന്ന പ്രശ്നമാണ് അവിടെയും. യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു വെദർ ടു പ്രൊഡ്യൂസ് മോർ ഫുഡ്, ക്ലോത്തിങ്, ഹൗസിങ്, or to have more luxury goods, whether to have more agricultural goods or to have industrial goods, whether to use more resources in education and health or to use more resources in building military services, or whether to have more of higher education or more of basic education. These decisions has to be taken by the economic system. So the first question relates to what type of goods and services the nation has to produce. And after taking the decision regarding the type of goods and services, the nation has to decide, or the economic system has to decide in what quantities or how much, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഫസ്റ്റ് പ്രോബ്ലം അതാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നേഷൻ ഡിസൈഡ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേഷൻ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് ഡിസൈഡ് ചെയ്യണം ഇക്കണോമിക് സിസ്റ്റം. അതുപോലെ തന്നെ എത്ര അളവിൽ വേണം. ആഫ്റ്റർ സോൾവിങ് ദ ഫസ്റ്റ് പ്രോബ്ലം, ദ സെക്കൻഡ് പ്രോബ്ലം അറൈസ് ഹൗ ടു പ്രൊഡ്യൂസ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. രാജ്യം ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിച്ച സാധന സേവനങ്ങൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ഹിയർ ഇൻ ദിസ് കേസ് ദ ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു ദ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന സാങ്കേതിക രീതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സപ്പോസ് ദ നേഷൻ ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് മോർ അഗ്രികൾച്ചറൽ ഗുഡ്സ്, then it has to decide which technique of production has to be adopted. ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ കാർഷിക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. there are two main techniques of production. പ്രധാനമായിട്ടും രണ്ട് ഉൽപ്പാദന ഉപാധികളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്. വാട്ട് യു മീൻ ബൈ ലേബർ ഇൻറ്റൻസീവ്? കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ച് കുറച്ച് മെഷീൻസ് ഓർ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേബർ ഇൻറ്റൻസീവ്. സോ ഇൻ ദ കേസ് ഓഫ് ലേബർ ഇൻറ്റൻസീവ്, മോർ ലേബർ ഈസ് യൂസ്ഡ് and less capital. And there is another technique of production, that is capital intensive. Capital intensive. What do you mean by capital intensive? In this technique of production, we have to use more capital and less labor. കൂടുതൽ മെഷീൻസിനെ ഉപയോഗിക്കുക, കുറച്ച് തൊഴിലാളികൾ ഉപയോഗിക്കുക.
അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഓർ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ എന്നാണ് മലയാളത്തിൽ ഇത് അറിയപ്പെടുക. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ മലയാളത്തിൽ അറിയപ്പെടുന്നത് തൊഴിലാളി തീവ്ര അല്ലെങ്കിൽ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ. ദ ഡിഫറൻസ് ഈസ് about using the labor and capital, the proportion of labor and capital for producing goods and services. If you use more labor and less capital, then such a technique is known as labor intensive technique. And if you use more capital and less labor, then such a technique is known as capital intensive technique of production. So this decision have to be taken by the economic system. So what to produce ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഈ ഡിസിഷൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച വസ്തുക്കൾ ഏത് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷനാണ്. അത് ഈ രണ്ട് ടെക്നിക്സിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ആ രാജ്യം അല്ലെങ്കിൽ ആ എക്കണോമിക് സിസ്റ്റം തീരുമാനമെടുക്കും. ദ നേഷൻ ഹാസ് മോർ പോപ്പുലേഷൻ ലൈക്ക് ഇന്ത്യ, ദെൻ the country will decide to use the labor intensive technique of production. Why? Because laborers are plentiful in India. Laborers are there is no shortage of laborers, so we can use laborers for the production. And India is known for less capital, so they will use less capital and more labor. That is beneficial to India. ഓരോ രാജ്യത്തിനും അവരുടെ അവസ്ഥയനുസരിച്ച് വേണം ഈ ഒരു ഡിസിഷൻ എടുക്കാൻ. So after taking this decision, the third problem arises. For whom to produce all these goods and services? ആർക്ക് വേണ്ടിയാണ് ഈ വസ്തുക്കളും സേവനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടത്? So this question relates to the distribution of goods and services among the people of the economic system. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലെ ഉള്ള ജനങ്ങൾക്ക് ഈ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മൂന്നാമത്തെ പ്രോബ്ലം. അതായത് ആർക്ക് വേണ്ടിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഹൂ ഗെറ്റ്സ് മോർ ഓർ ഹൂ ഗെറ്റ്സ് ലെസ്? ആർക്കാണ് കൂടുതൽ ലഭിക്കുക, ആർക്കാണ് കുറവ് ലഭിക്കുക? വെദർ വി ഡിസൈഡ്സ് ടു ഗീവ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രീ ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ, or whether we have to charge price for distributing these goods and services. നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമോ അതോ അതിന് പ്രൈസ് ചാർജ് ചെയ്യണോ? വെദർ വി ഹാവ് ടു ഗീവ് ദ ഹെൽത്ത് സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ സർവീസ് ഫ്രീ ടു ഓൾ ദ സെക്ഷൻസ്. നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ളതും വിദ്യാഭ്യാസമൊക്കെ ആരോഗ്യ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കണമോ അതോ അതിന് പ്രൈസ് ചെയ്യണോ? അതോ കുറച്ച് വിഭാഗം ജനങ്ങൾക്ക് മാത്രം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക, മറ്റുള്ളവരിൽ നിന്ന് പണം ഈടാക്കുക? ഇങ്ങനെ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് whom to produce എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. സൊസൈറ്റി ഫേസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു രാജ്യം, ഒരു സമ്പദ്ഘടന നേരിടുന്നത്. So I think you understand all these problems. So I am concluding this session. അടുത്ത ക്ലാസ്സിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതാണ്. Till then, goodbye. Thank you for hearing.